നല്ല എല്ലാവർക്കും കൂട്ടവും കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല സന്തോഷത്തിലാണ്. ഇങ്ങനെ ഒരു വ്യക്തി മനസ്സിലുണ്ടെന്ന് മാത്രം. പറഞ്ഞ ദിവസങ്ങൾ ഇല്ല. അജ്മലോ വിളിച്ചിരുന്നു. അവിടെ വന്നപ്പോൾ കുറച്ച് ദിവസം നിന്നിട്ട് പോയി. അവിടെ പോയിട്ട് ഇപ്പോൾ അവിടെ നിന്നിപ്പോൾ ഒന്ന് വിളിച്ചിരുന്നു. എല്ലാവർക്കും ഈ മനസ്സിലൊരു ഇതുണ്ട്, സന്തോഷം എല്ലാവർക്കും, കുട്ടികളും വീട്ടുകാർക്ക് എല്ലാവർക്കും. പലരും വിളിക്കണോ ചോദിക്കണോ എല്ലാം ഉണ്ട്. അജ്മൽ എത്തിക്കണോ, അജ്മൽ വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടുന്ന് വരാൻ പറ്റാത്ത ഒരാളുണ്ട്. തിരുവനന്തപുരത്താണ്. അവിടെ നിന്ന് പ്രാക്ടീസിൽ നടക്കുന്നുണ്ട്. അതുള്ളൂ. എല്ലാവർക്കും സന്തോഷം തന്നെയാണ്, നാട്ടുകാർക്കും വീട്ടുകാർക്കല്ല. ഇതൊരു മനസ്സിലൊരു കുറഞ്ഞ ദിവസമല്ലേ ആയിട്ടുള്ളൂ. എല്ലാം പങ്കെടുത്തിട്ട് പോയതാണ്. ഒരാഴ്ച 4-5 ദിവസം നിന്നിട്ട് പോയത്. അപ്പോൾ പ്രാക്ടീസിൽ നിന്ന് തന്നെ സാറന്മാരെല്ലാം വന്നിരുന്നു. കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. അത് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാന്നുള്ളൂ. എല്ലാവരും നല്ല ഹാപ്പിയാണ്. പിന്നെ അജ്മൽ പോലും ഇങ്ങോട്ട് വിളിച്ച സന്തോഷം പറയല്ല ഉണ്ടായത്, നമ്മൾ അങ്ങോട്ട് വിളിക്കുക ചെയ്തത്. വിളിച്ചപ്പോഴും ഫുള്ളായിട്ട് അയാൾക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു ഉമ്മാനായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ആൾക്ക്. എന്നാലും എല്ലാവരും ഓക്കെയാണ്. അതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അജ്മൽ അങ്ങനെ തോറ്റു കൊടുക്കുന്ന ഒരാളല്ല ഒരു രീതിയിലും. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്, കോമ്പറ്റീഷൻ മൈൻഡ് അത്രയും ഉള്ള ഒരാളാണ്. ഇപ്പോൾ ഒരു സർജറിക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് ട്രാക്കിക്ക്. അപ്പോൾ അതൊക്കെ അജ്മലിൻ്റെ കഠിനാധ്വാനം തന്നെയാണ്. അത് ഒരുപാട് നോക്കിക്കണ്ട ആളായതുകൊണ്ട് തന്നെ പറയുകയാണ്. ഒരുപാട് ആൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുള്ളൊരു റിസൾട്ട് തന്നെയാണ് ഈ ഒരു അവാർഡ്. ഈ സന്ദർഭത്തിൽ സങ്കടമുണ്ട്. അപ്പോൾ പിന്നെ നേട്ടം കൈവരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു കായിക താരം കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതി കിട്ടിയതിൽ, അജ്മലിന് വളരെയധികം സന്തോഷമുണ്ട്. അവാർഡിനെ കുറിച്ച് അർജുന അവാർഡിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് മുന്നേ നമുക്കൊരു അവാർഡ് കിട്ടിയത്. ഏതാണ് അവാർഡ്? അവാർഡ് കിട്ടിയത് സ്റ്റേറ്റിൻ്റെ ആയിരുന്നു. ഇതിപ്പോൾ കേന്ദ്രത്തിൻ്റെയാണ്. അത് ടോപ്പിൽ നിൽക്കുന്ന ടോപ്പ് അവാർഡ് തന്നെയാണ് അത്. അർജുന അവാർഡ് നമുക്ക് കായിക താരം കിട്ടുന്ന ഏതൊരു കായിക താരത്തിൻ്റെയും സ്വപ്നമാണ് ഈ അവാർഡ്. ലൈഫ് ടൈം കിട്ടുന്ന ഒരു അച്ചീവ്മെൻ്റാണത്. അത് അവൻ്റെ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും എല്ലാം കൊണ്ട് കിട്ടിയതാണ്. ഇത് വളരെയധികം സന്തോഷമുണ്ട്. സംസാരിക്കും. അപ്പോൾ അവന് പ്രാക്ടീസിന് പോകുന്നതാണ്. ഇല്ല, അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. കുടുംബത്തിന് വളരെ സന്തോഷമുണ്ട്. ഇന്ത്യൻ കായിക താരങ്ങളിൽ മികച്ച അവാർഡാണ് അർജുന അവാർഡ്. അത് പ്രത്യേകിച്ച് 2 മലയാളികൾക്കാണ്. അതൊന്നാൾ അജ്മലാണ്. അതുകൊണ്ട് കുടുംബത്തിന് വളരെ സന്തോഷം. ഇനിയും ഉയരങ്ങളിലേക്ക് കുതികട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നത്. വരും മത്സരങ്ങളിലൊക്കെ വളരെ ഗംഭീരമായി കാഴ്ചവും വെക്കും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഈ ഓണം ആഘോഷിക്കാം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം കൂടുതൽ തിളക്കത്തോടെ. ഈ ഓണക്കാലത്ത് സ്വർണ്ണാഭരണങ്ങളുടെ മേക്കിംഗ് ചാർജിൽ 50% വരെയും വജ്രാഭരണങ്ങളുടെ മേക്കിംഗ് ചാർജിൽ 40% വരെയും ഇളവുകൾ നേടാം. പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഓരോ പവനും 1000 രൂപ അധികവും നേടാം. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസും 10 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിങ്ങുകളും നേടാനുള്ള അവസരം. മാത്രമല്ല, എല്ലാ പർച്ചേസിനൊപ്പം എക്സൈറ്റിംഗ് ഗിഫ്റ്റുകൾ. കൂടാതെ വിലയുടെ 5% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യവും അതോടൊപ്പം സൗജന്യ ഇൻഷുറൻസും ലൈഫ് ടൈം ഫ്രീ മെയിന്റനൻസും ലഭ്യമാണ്. ഈ ഓണം തിളങ്ങട്ടെ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം.